T20 ലോകകപ്പിൽ വിൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് സഞ്ജു സാംസൺ ആയിരുന്നു. 50 പന്തിൽ പുറത്താവാതെ സഞ്ജു നേടിയ 97 റൺസിന്റെ കരുത്തിലാണ് ടീം ഇന്ത്യ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. 4 സിക്സറുകളും 12 ഫോറുകളും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജു സാംസണുടെ 97 റൺസിന്റെ ഇന്നിംഗ്സ്. കളിയിലെ താരവും സഞ്ജു തന്നെയായിരുന്നു. അവസാന ഓവറിൽ 7 റൺസായിരുന്നു ഇന്ത്യക്ക് വിജയിക്കാനായി വേണ്ടിയിരുന്നത്. ഷെപ്പേർഡിന്റെ അവസാന ഓവറിലെ ആദ്യ പന്ത് സിക്സറും തൊട്ടുപിന്നാലെ ഫോറും അടിച്ചുകൊണ്ടാണ് സഞ്ജു ഇന്ത്യയുടെ വിജയം പൂർത്തിയാക്കിയത്. മത്സരത്തിന് ശേഷം സഞ്ജുവിനെ പുകഴ്ത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് രംഗത്തെത്തിയിരുന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മികച്ച അനുഭവം തന്നെയായിരുന്നു. ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം പോലെ തന്നെയായിരുന്നു തങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നമ്മുടെ ടീം കാണിച്ച മനോഭാവം മികച്ചതായിരുന്നു. നല്ല മനുഷ്യന്മാർക്ക് നല്ലത് സംഭവിക്കും. അതിനെക്കുറിച്ച് കാത്തിരിക്കേണ്ടതായി തന്നെ വരും. സഞ്ജുവിന്റെ കാര്യത്തിൽ ഇത് മാത്രമാണ് സംഭവിച്ചത്. ടീമിൽ ഇല്ലാതിരുന്നപ്പോൾ അവൻ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ സഞ്ജുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും സൂര്യ പരാമർശിച്ചിരുന്നു. എല്ലാവരും പ്ലാൻ ചെയ്തതനുസരിച്ചാണ് ബോൾ ചെയ്തതെന്ന് തോന്നുന്നു. 200 റൺസ് നല്ല സ്കോറാണെന്ന് അറിയാമായിരുന്നു. ഈർപ്പമുള്ളതുകൊണ്ട് തന്നെ ബാറ്റിലേക്ക് പന്ത് നന്നായി തന്നെ വരും. അതുകൊണ്ട് കളി അവസാന ഓവറുകളിലേക്ക് കൊണ്ടുപോകുവാനായിരുന്നു തങ്ങളുടെ പദ്ധതി. ഇവിടെ എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം വെച്ച് നമ്മൾ കളിച്ച രീതി വെച്ച് നോക്കുമ്പോൾ മുംബൈയിൽ കളിക്കാൻ നമ്മൾ എന്തുകൊണ്ടും അർഹരാണ്. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അടുത്തത് എന്ത് ചെയ്യണമെന്ന് മുംബൈയിൽ വെച്ച് തീരുമാനിക്കുമെന്നും സൂര്യ പറഞ്ഞു നിർത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ക്യാപ്റ്റന്റെ വാക്കുകൾ സഞ്ജുവിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണ്. എല്ലായ്പ്പോഴും മറ്റു താരങ്ങൾ പിന്തള്ളിയിട്ട് പോലും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയ ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഒരു പ്രതിഫലം തന്നെയാണ് ഇപ്പോൾ സഞ്ജു നിർണായക മത്സരത്തിൽ ടീം ഇന്ത്യക്ക് സെമി ഫൈനൽ പ്രവേശനത്തിലൂടെ ഇപ്പോൾ മറുപടിയായി നൽകിയിരിക്കുന്നത്.